അതിന് അവരെന്തെങ്കിലും തിരിച്ചു പറഞ്ഞും കാണും. സ്വന്തം തെറ്റ് മറച്ചു വെച്ച് അവര് മരുമക്കളുടെ കുറ്റം പറഞ്ഞ് നടക്കുമായിരിക്കും. അതൊന്നും അല്ല കാര്യം. പഞ്ചരത്നത്തിൽ നിന്ന് അച്ഛൻ 28 ക്ഷണിക്കാൻ അവിടെ ചെന്നിരുന്നു. അതിനാണോ അവർക്ക് സങ്കടം? അത് കൊള്ളാലോ. ഞാനൊന്ന് മുഴുവൻ പറയുന്നവരൊന്ന് ക്ഷമിക്കാവോ? അച്ഛൻ വന്ന് ആ വീട്ടിലെ എല്ലാവരെയും ക്ഷണിച്ചിട്ടും സുശീല ആന്റിയോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന്. ആ പാവത്തിനത് വലിയ വിഷമായി. അവരെ വിളിച്ചില്ലെങ്കിൽ നന്നായി പോയി. അത്ര നല്ല സ്വഭാവമാണല്ലോ. അതെ അതെ, അമ്മ പറഞ്ഞ മരിക്കാൻ നിന്നിരുന്ന മകനായിരുന്നു ഇന്ദ്രൻ. അവൻ പോലും അവർക്കെതിരെ തിരിഞ്ഞത് അവരുടെ സ്വഭാവം ഒന്നുകൊണ്ട് മാത്രമാ. അതൊക്കെ ശരിയാ. സുശീല ആന്റിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. എന്നാൽ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്തിയത് ശരിയായില്ല. ദേ വിനിയ, നീ അതിലൊന്നും ഇടപെടാൻ നിക്കണ്ട. അനന്തമാഷ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും. പിന്നെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് വിനയ, നിന്റെ കാര്യങ്ങൾ സമാധാനത്തോടു കൂടി പോകുന്ന ഈ സമയത്ത് നീ സുശീലയ്ക്ക് വേണ്ടി സംസാരിച്ച് ആരോടും പിണങ്ങാൻ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ കൊച്ചിന്റെ ചടങ്ങ് നന്നായി നടക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. എനിക്ക് എങ്ങനെയെങ്കിലും ചീരുവിനെ തിരിച്ചുകൊണ്ട് വരണം. അതാണ് എൻ്റെ ആഗ്രഹം. നീ എങ്കിൽ അത് മാത്രം ചിന്തിക്ക്, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. ഞാൻ ഒന്നിനും ഇടപെടുന്നില്ലേ. അമ്മേ, നല്ല വിശപ്പുണ്ട്. ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? അതോ ഈ പഴത്ത് കഴിക്കണോ ഞാൻ? നീ കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ വിളമ്പിക്കോ, ഞാനിത് ടപ്പേന്ന് വരാം. ചെല്ല് ഏട്ടാ, ഞാൻ അവന് ഭക്ഷണം എടുത്തു വെക്കട്ടെ. നല്ല നാടൻ പഴം. മോന്റെ നൂലുകെട്ട് ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് അച്ഛൻ വിചാരിച്ചു വച്ചിരുന്നു. അത് വിനയന്റെ നിർബന്ധം കൊണ്ടാന്ന് കരുതണ്ട. കുറെ നാളുകൾക്ക് ശേഷം ബന്ധുക്കൾ എല്ലാവരും ഒന്നുകൂടി പഞ്ചരത്നത്തിൽ ഒത്തുചേരൂല്ലോ എന്ന് കരുതി മാത്ര. ഇതിപ്പോ ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും അന്നത്തെ ദിവസം പഞ്ചരത്നത്തിൽ എത്തിച്ചേരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുക്കങ്ങളെല്ലാം കെങ്കേമായിട്ടും ആരും പങ്കെടുക്കാതിരുന്ന എല്ലാം വെറുതെ ആവില്ലേ? അതെങ്ങനെയാച്ചാ? അച്ഛൻ പോയി ക്ഷണിച്ചവരൊക്കെ വരാതിരിക്കൂ? സുശീലാന്റിയെ ക്ഷണിക്കണ്ടെന്ന് അവരുടെ മക്കള് തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ അവിടുന്ന് ആരും വരാതിരിക്കുന്ന പ്രശ്നമില്ലല്ലോ. അച്ഛന്റെ ഏറ്റവും വലിയ വിഷമം ദയക്കും ശബരിക്കും വരാൻ പറ്റാത്തതായിരിക്കും അല്ലേ? അവരൊരു ട്രീറ്റ്മെന്റിന് പോയതല്ലേ അച്ഛാ? ചിലപ്പോ അവര് ചടങ്ങിന് മുമ്പ് എത്താനും മതി. അതെ അച്ഛാ, അവളുടെ അസുഖം ആദ്യം മാറട്ടെ. ശബരിയുടെ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ബാക്കി എല്ലാരും വരും. മോന്റെ ചടങ്ങ് നമുക്ക് നല്ല രീതിയിൽ നടത്തണം അച്ഛാ. അപ്പൊ രഘു, നീ തിരിച്ചു വിളിക്കാതെ അവൻ ഇനി ഈ വീട്ടിൽ കയറില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്ക. രഘു ഇല്ലാതെ ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അമ്പിളി. എന്നെ ഓർത്തിട്ടെങ്കിലും നീ അവനോടൊന്ന് വരാൻ പറയണം. അച്ഛനെ മാത്രമല്ല ചേച്ചി, എന്റെ മോനെയും ചേച്ചി ഓർക്കണം. ഞങ്ങൾ ഇത്രയും ദിവസം നോക്കിയത് ചേച്ചിയല്ലേ. അപ്പൊ മോന്റെ പേരില് ഈ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ് നമുക്ക് സന്തോഷമായിട്ട് നടത്തണ്ടേ ചേച്ചി? അച്ഛനും നീയൊക്കെ പറയുന്നത് കേട്ടാ രഘുവേട്ടനെ ഞാനിവിടെ ഇറക്കി വിട്ടതാണെന്ന് തോന്നുമല്ലോ. എന്നെ ശല്യം ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരില് ഇറങ്ങിപ്പോയത് ആ മനുഷ്യനല്ലേ. ഞാനുമായിട്ടുള്ള പ്രശ്നത്തിന് ഈ വീടും നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവേണ്ട കാര്യം അങ്ങേർക്കില്ലല്ലോ. മോളെ, നിന്റെ ഈ വാക്കുകളിൽ തന്നെ രഘുവിനോടുള്ള അകൽച്ചയും അവഗണനയൊക്കെ വ്യക്തമാണ് അമ്പിളി. ആ മനുഷ്യൻ, അങ്ങേര്, ഇങ്ങനെയൊക്കെയാണോ ഭർത്താവിനെ വിളിക്കുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു പോയി, സമ്മതിച്ചു. പക്ഷേ അതവൻ തിരുത്താൻ തയ്യാറായാൽ ക്ഷമിക്കാനുള്ള മനസ്സ് നിനക്കും കാണിച്ചൂടെ അമ്പിളി? മോളെ അമ്പിളി, ഇത് ജീവിതമാണ്, മത്സരമല്ല. ഒരു കുടുംബം ജയിക്കാൻ വേണ്ടത് വാശിയല്ല, ക്ഷമയാണ്. നിന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും
രഘുവിനോട് ക്ഷമിക്കാനുള്ള മനസ്സ് നീ കാണിക്കണം മോളെ. മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കാം.